അതായത് ന്യായയാത്രയിൽ മമതയെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസിന്റെ ഒരു ശ്രമമുണ്ട്. രാഹുൽ ഗാന്ധി മമതയുമായി സംസാരിച്ചു. സീറ്റ് തർക്കത്തിൽ മമതയെയും മല്ലികാർജുൻ ഖാർഗെ വിളിച്ചിരുന്നു. അപ്പൊ അനൂപ് ദാസെ, അങ്ങനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരിടത്തും അടുക്കാതെ നിൽക്കുന്ന മമതയുടെ ഒരു നിലപാട് എന്തായിരിക്കും? മമതയുടെ നിലപാട്, മമതയ്ക്ക് പ്രധാനമന്ത്രിയാണെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ 42 സീറ്റാണ് ബംഗാളിലുള്ളത്. 42 സീറ്റിലും വിജയിച്ച് ഡൽഹിയിലേക്ക് വന്നാൽ മമത അവരുടെ ഒരു പ്രധാനമന്ത്രി ആഗ്രഹം മുന്നോട്ട് വെച്ചാൽ ഒരു പക്ഷേ സഖ്യകക്ഷികൾക്കൊന്നും അങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 42 ജയിച്ചില്ലെങ്കിലും പരമാവധി സീറ്റുകൾ വിജയിച്ച് വരാനുള്ള ആഗ്രഹത്തിനും താല്പര്യത്തിനുമാണ് മമതയുള്ളത്. മമത പറയുന്നു കോൺഗ്രസിനോട്, നിങ്ങളിപ്പോൾ ജയിച്ച 2 സീറ്റുകൾ, മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള 2 സീറ്റുകൾ മാത്രം നിങ്ങൾക്ക് തരാം, ബാക്കി 40 സീറ്റിൽ ഞാൻ മത്സരിക്കും, എനിക്ക് പിന്തുണ വേണമെന്ന് കോൺഗ്രസിനോട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾക്ക് 6 സീറ്റ് വേണം എന്നതാണ്. ഒരു 4 സീറ്റെങ്കിലും ലഭിച്ചാൽ ഒരു ധാരണയിൽ എത്താമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മമത അടുക്കുന്നേയില്ല. ഈ ഘട്ടത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് മമത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചു, ന്യായയാത്രയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഖാർഗെയും സോണിയാഗാന്ധിയും സംസാരിച്ചിട്ടുണ്ട് മമതയോട്. ഈ സീറ്റ് തർക്കത്തിൽ ഒരു ധാരണയിൽ എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും മമതയുടെ താല്പര്യം പ്രധാനമന്ത്രി ആവുക എന്നത് തന്നെയാണ്. അതിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കണം അവിടെ നിന്ന്, ബംഗാളിൽ നിന്ന്. അതിനുള്ള എല്ലാ കരുക്കളും നീക്കുകയാണ്. അല്ലാതെ ഇന്ത്യ സഖ്യം വിട്ടുപോകാനുള്ള താല്പര്യമൊന്നും മമതയ്ക്കില്ല.